UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ തന്നെ കല്ലുകടിയായി വന്ദേമാതര വിവാദം. സഭയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിൽ പരസ്യമായി ഗവർണർ അതൃപ്തി രേഖപ്പെടുത്തി. സർക്കാർ മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും വഴങ്ങിയതുകൊണ്ടാണ് വന്ദേമാതരം ആലപിക്കാത്തത് എന്ന വിമർശനവുമായി BJPയും രംഗത്ത് വന്നു. എന്നാൽ പൂർണ്ണമായും ആലപിക്കേണ്ട ആവശ്യമില്ല എന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിലപാടെടുത്തു. കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി നടന്ന വന്ദേമാതരാലാപനം വിവാദത്തിനും വഴിയൊരുക്കി. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി നടന്ന വന്ദേമാതരാലാപനമാണ് വിവാദത്തിന് വഴിതെളിച്ചത്. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കി പൊതുവെ സ്വീകാര്യമായ ആദ്യ ഭാഗം മാത്രമാണ് സഭയിൽ അവതരിപ്പിച്ചത്. പൂർണ്ണമായും ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം തള്ളിയായിരുന്നു ഇത്. ഇതോടെ അതൃപ്തി പരസ്യമാക്കി ഗവർണർ തന്നെ രംഗത്തെത്തി. Whenever governor is present, it has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. സർക്കാർ മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും വഴങ്ങിയെന്ന കടുത്ത വിമർശനവുമായി BJPയും രംഗപ്രവേശം ചെയ്തു. ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും ദേശീയ ഗീതത്തെയും അതിനോടും അനാദരവ് കാണിക്കുന്ന നടപടിയായി. എന്നാൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ലെന്നും അത് പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. Congress party and the UDF is having certain decisions on these stanzas. That is why we have taken that decision. If governor is having some complaint, I will discuss with the governor, definitely. സർക്കാർ നിലപാടിനോട് യോജിച്ച പ്രതിപക്ഷം വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നത് RSS അജണ്ടയെന്നും കടുപ്പിച്ചു. വന്ദേമാതരം മുഴുവനായി ആലപിക്കേണ്ട കാര്യമില്ല, മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. വന്ദേമാതരം ഈരടികൾ മാത്രം അവതരിപ്പിച്ചത് പ്രതിപക്ഷ വിജയമെന്നായിരുന്നു മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഇത്തരം വിഷയങ്ങളിൽ ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ തുടക്കത്തിലെ വളരെ ക്രിയാത്മകമായി പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതിന്റെ നിലപാടിന്റെ വിജയം കൂടിയായിട്ട് ഇതിനെ കാണണം. എന്നാൽ കടുത്ത അതൃപ്തി മറച്ചുവെക്കാത്ത ഗവർണർ ഔദ്യോഗികമായി സ്പീക്കറോടോ സർക്കാരിനോടോ വിശദീകരണം തേടാനും സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.